നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. KSRTC ബസ്സിൽ യുവതിക്ക് സുഖപ്രസവം. മലപ്പുറം സ്വദേശിനിയായ അമ്മയും കുഞ്ഞും സുരക്ഷിതർ. അങ്കമാലിയിൽ നിന്നും കോഴിക്കോട് തോട്ടിൽ പാലത്തേക്ക് സർവീസ് നടത്തുന്ന KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടത്. യാത്രികർ സംഭവം ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സംയോജിതമായ ഇടപെടലിൽ ബസ് അമല ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ യുവതി ബസ്സിൽ വെച്ച് തന്നെ പ്രസവിക്കുകയായിരുന്നു. സ്ട്രെച്ചറിലേക്ക് മാറ്റുന്നതിനിടെയാണ് പ്രസവം നടന്നത്. ഇതോടെ ഡോക്ടർമാരും നഴ്സുമാരും ബസ്സിനകത്തേക്ക് കയറി ചികിത്സ നൽകുകയായിരുന്നു. ആശുപത്രിയിലേക്ക് മാറ്റിയ യുവതിയും കുഞ്ഞും സുരക്ഷിതരാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഭാരതപ്പുഴയ്ക്ക് കുറുകെ പട്ടാമ്പി ഓങ്ങല്ലൂർ കാരക്കാടിനെയും തൃശൂർ കൊണ്ടയൂരിനെയും ബന്ധിപ്പിച്ചുള്ള പുതിയ പാലം നിർമ്മിക്കാനുള്ള നടപടികൾ തുടങ്ങി. സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പൂർത്തിയായി. 50 കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മാണം. പട്ടാമ്പി മണ്ഡലത്തിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കാരക്കാടിനെയും തൃശൂർ ജില്ലയിലെ കൊണ്ടൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് പുതിയ പാലം നിർമ്മിക്കുക. 50 കോടി രൂപയാണ് സംസ്ഥാന ബജറ്റിൽ പാലത്തിന് വകയിരുത്തിയിട്ടുള്ളത്. പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സർവേ നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. 2017-18 സാമ്പത്തിക വർഷത്തെ ബജറ്റിലാണ് സർക്കാർ 50 കോടി രൂപ പദ്ധതിക്കായി വകയിരുത്തിയത്. പാലത്തിന് മാത്രം 16.95 കോടി രൂപയുടെ കിഫ്ബി അംഗീകാരം ഇതിനകം ലഭിച്ചിട്ടുണ്ട്. സ്ഥലമേറ്റെടുപ്പിന് 1,32,00,000 രൂപയാണ് ചെലവിടുന്നത്. അപ്രോച്ച് റോഡ് നിർമ്മാണം, സർവേ എന്നിവയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തുന്നുണ്ട്. ഓങ്ങല്ലൂർ വില്ലേജിൽ നിന്നും 150 സെന്റും കൊണ്ടയൂർ വില്ലേജിൽ നിന്ന് 60 സെന്റ് സ്ഥലവുമാണ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത്. 337 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലുമാവും പാലം നിർമ്മിക്കുക. പട്ടാമ്പി മേഖലയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജുകൾക്ക് ഉൾപ്പെടെ എളുപ്പത്തിലെത്തുവാൻ പുതിയ പാലം വരുന്നതോടെ സാധിക്കും. കേരള റോഡ് ബോർഡ് വഴിയാണ് തൃശൂർ ജില്ലയിലെ പ്രൊജക്ടായിട്ടാണ് പദ്ധതി നടപ്പാക്കുക. നിർദ്ദിഷ്ട കുറ്റിപ്പുറം ഷൊർണൂർ തീരദേശപാത യാഥാർത്ഥ്യമായാൽ പട്ടാമ്പി മുതൽ ചെങ്ങണാങ്കുന്ന് വരെയുള്ള പാതയുടെ വീതി കൂട്ടുന്നതും ഗതാഗതത്തിന് സൗകര്യമാകും. എന്തൊക്കെ ഉപകാരം എന്ന് പറഞ്ഞാൽ മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരു വഴിയില്ല. അതുകൊണ്ട് വഴിയായി. പാലം വന്നാൽ ഈ നാടനെ നന്നായി പുരോഗമിച്ചു. ഒരുപാട് പുരോഗമനം എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ പുരോഗമനം ഈ നാട്ടിലില്ല. കാരക്കാട് പ്രദേശത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിലും ബസ് സർവീസ് ഇല്ലാത്തത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. കാരക്കാട് കൊണ്ടയൂർ പാലം വരുന്നതോടെ ഇതിനും പരിഹാരമാകും. ഈ പ്രദേശത്തുകാർക്കും വലിയ സഞ്ചാരപാതയാണ് പുതിയ പാലം വരുന്നതോടെ തുറക്കുക. കൃഷിക്കാർക്കും ഇതിനൊക്കെ ഒരു വഴിയും കാര്യങ്ങളൊക്കെ നല്ല ഇതായിട്ട് കിട്ടും. പിന്നെ ജനങ്ങൾക്ക് ഏറ്റവും സഞ്ചാരയോഗ്യമായിട്ടുള്ളൊരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലതായിട്ട് വരും. കാരണം ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഒരു പുരോഗമനം ഈ ഭാഗങ്ങളിലില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു പാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എല്ലാം കൊണ്ടും പുരോഗമനം തന്നെയാണ്. അവതാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പേരിൽ കേരളത്തിൽ ഉള്ള സ്ഥാപനങ്ങളിൽ തുടങ്ങി നിക്ഷേപത്തിന് ഉയർന്ന തുക വാഗ്ദാനം നൽകി കോടികൾ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതികൾ അറസ്റ്റിൽ. തൃത്താല ഊരത്തൊടിയിൽ ഫൈസൽ ബാബു, അബ്ദുൾ നാസർ എന്നിവരെയാണ് തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം 1000 രൂപയും 10 പവൻ നിക്ഷേപമായി നൽകിയാൽ പ്രതിവർഷം 1 പവനും ലാഭവിഹിതം കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പലരിൽ നിന്നും കോടികളാണ് ഇവർ തട്ടിയത്. കേരളത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ നിരവധി കേസുകൾ ഉള്ളതായും അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് അറിയിച്ചു. ഈസ്റ്റ് ഇൻസ്പെക്ടർ M. സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ SI പ്രബോധ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ്, പ്രദീപ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അജ്മൽ, അരുൺജിത്ത്, വൈശാഖ, നസീബ് എന്നിവരും ഉണ്ടായിരുന്നു. കാറുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. വരവൂർ പഞ്ചായത്തിലെ വേട്ടാണി കയറ്റത്തിലെ വളവിൽ വെച്ചാണ് കാറുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. കാറിൽ ഉണ്ടായിരുന്ന സ്ത്രീക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിസരവാസികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോവുകയായിരുന്ന 4 അംഗ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറും എതിർദിശയിൽ നിന്ന് വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:30 അപകടം. കൂറ്റനാട് 17-കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വിധേയമാക്കിയ സംഭവത്തിൽ പ്രതി ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായി. കപ്പൂർ പള്ളങ്ങാട്ടുചിറ സ്വദേശി ഹംസത്ത് അലിയെയാണ് ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പട്ടാമ്പിയിൽ ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റ് നടത്തി വന്നിരുന്ന ചിത്രകലാ ക്യാമ്പ് സമാപിച്ചു. 2 ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടത്തിയത്. ചിത്രം വരയിൽ സംസ്ഥാന തലത്തിലും മറ്റും നിരവധി സമ്മാനങ്ങൾ നേടിയ 15 ചിത്രകാരന്മാരുടെ ചിത്രപ്രദർശനമായ ചിത്രമഴ ശ്രദ്ധേയമായി. പട്ടാമ്പിയിൽ ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റിന്റെ നേതൃത്വത്തിലായിരുന്നു ചിത്രപ്രദർശനം. പട്ടാമ്പി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലുള്ളവർ 2 ദിവസം ഒത്തുചേർന്നാണ് ചിത്രപ്രദർശനവും വരയും സംഘടിപ്പിച്ചത്. പ്രകൃതി, കലകൾ, വ്യത്യസ്ത ദേവീദേവന്മാർ എന്നിവർക്ക് പുറമെ ചുമർ ചിത്രങ്ങളും ചിത്രപ്രദർശനത്തിൽ ഇടം നേടി. 50ഓളം ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ടായിരുന്നു. കാഴ്ചക്കാരെ ചിത്രം വരയുടെ അത്ഭുത ലോകത്തേക്ക് ആനയിക്കാൻ
ഒരുക്കാൻ ചിത്രപ്രദർശനത്തിന് കഴിഞ്ഞു. ചിത്രരചനാ രംഗത്ത് ശ്രദ്ധേയരായ എ ശാസ്ത്രശർമ്മൻ, പ്രൊഫസർ അബ്ദുൽ കരീം, സി അബു പട്ടാമ്പി, അജയൻ കൂറ്റനാട്, ദിശ ദേവരാജ്, ദിവ്യ സുധാകരൻ, ജ്യോതി അമ്പാട്ട്, മഹേഷ് കെ നാരായണൻ, എം എ വേണു, മാലിനി പ്രകാശ്, മുരളി പട്ടാമ്പി, ഉണ്ണി മണ്ണേങ്ങോട്, ശ്രീജിത്ത് കെ എന്നിവരുടെ ചിത്രങ്ങളാണ് ചിത്രമഴ ക്യാമ്പിൽ പ്രദർശിപ്പിച്ചത്. പ്രദർശനത്തോടൊപ്പം തുടക്കക്കാരായ ചിത്രം വരക്കാരുടെ വരയും ക്യാമ്പിലുണ്ടായിരുന്നു. താമസ സ്ഥലത്ത് നിന്നും കാണാതായ ആസാം സ്വദേശിനിയായ യുവതിയെയും 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കണ്ടെത്തി തൃത്താല പോലീസ്. ആസാം നൌഗൌ ജില്ലക്കാരി 23 വയസ്സുള്ള മുസ്മിഖ ഖാത്തൂൻ, മകൻ മാസൂൻ എന്നിവരെയാണ് പോലീസ് കണ്ടെത്തിയത്. മെയ് 26-നാണ് ഇവരെ തൃത്താല അത്താണിയിലുള്ള താമസ സ്ഥലത്ത് നിന്നും കാണാതായത്. സംഭവത്തിൽ ഭർത്താവ് മക്ബൂൽ ഹുസൈൻ തൃത്താല പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ഒടുവിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇരുവരെയും കണ്ടെത്തുകയായിരുന്നു. പോലീസ് ഇൻസ്പെക്ടർ ഷാജി, സീനിയർ സിപിഒമാരായ ധർമ്മേഷ്, ബിനീഷ് എന്നിവരുൾപ്പെട്ട സംഘമാണ് യുവതിയെയും കുഞ്ഞിനെയും കണ്ടെത്തിയത്. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. 4 വർഷ ബിരുദവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിനെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പരിചയപ്പെടുത്തുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടത്തിയത്. പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ ഗവൺമെന്റ് സംസ്കൃത കോളേജ് PTA, IQAC, 4 വർഷ ഡിഗ്രി അക്കാദമിക് കമ്മിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, അധ്യാപകർ, NCC കേഡറ്റുകൾ, മറ്റു വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷെ അതിനുള്ള നേട്ടങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊരു പദ്ധതി തുടങ്ങുമ്പോഴും നമ്മുടെ നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാവില്ലേ? പക്ഷെ അതെല്ലാം പരിഹരിച്ച് പോകുക എന്നുള്ളതാണ് ഇവിടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. അപ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക, ഇത്തരത്തിലുള്ള രക്ഷിതാക്കൾക്കുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് കൂടിയാണ്. അപ്പോൾ തീർച്ചയായും അത് നമുക്ക് നമ്മളെ അതിന്റെ ക്ലാസ് എടുക്കുന്നത് ഈ പദ്ധതി നടപ്പാക്കാൻ അതിന്റെ എന്തൊക്കെ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നത് ആരാണോ അവർ തന്നെയാണ് എടുക്കുന്നത്. യോഷിമഷാറിന്റെ പ്രവർത്തിച്ചിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ലഭിച്ചതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും പട്ടാമ്പി കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന അധ്യയന കാലഘട്ടം വളരെയധികം എന്താ പറയുക, പ്രതിസന്ധികളെല്ലാം നേരിട്ട് പോകേണ്ടത് കൊണ്ട് തന്നെ കോളേജ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു ക്ലാസ് സംഘടിപ്പിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. PTA അതിനെ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും ഈ ക്ലാസ്സും യൂണിറ്റോടുകൂടി നമ്മുടെ കോളേജിന്റെ പരിധിയിലുള്ള രക്ഷിതാക്കൾക്കും അതോടൊപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിൽ നമുക്കറിയാം കോളേജ് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ലക്ഷ്മി അധ്യക്ഷയായി. PTA വൈസ് പ്രസിഡന്റ് VT ശോഭന, IQAC കോർഡിനേറ്റർ ഡോക്ടർ V അബ്ദുൾ റഷീദ്, അക്കാദമിക് കോർഡിനേറ്റർ P താഹിറ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ CL ജോഷി ക്ലാസിന് നേതൃത്വം നൽകി. രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്തു. 42 വർഷത്തെ സേവനത്തിന് ശേഷം ചാലിശ്ശേരിയിലെ പെരുമണ്ണൂർ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിരമിക്കുന്ന ചന്ദ്രന് യാത്രയയപ്പ് നൽകി. പെരുമണ്ണൂർ നിവാസികളുടെ നേതൃത്വത്തിലായിരുന്നു യാത്രയയപ്പ് സംഘടിപ്പിച്ചത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സരിത വിജയൻ അധ്യക്ഷനായി. വേണു കുറുപ്പത്ത്, KC കുഞ്ഞൻ, CP ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.
സ്നേഹാതുരം യാത്രയപ്പ് അത് ചന്ദ്രേട്ടനെ സംബന്ധിച്ച് ഈ പെരുവണ്ണൂരിൻ്റെ ഹൃദയം കീഴടക്കിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു യാത്രയപ്പ് നൽകാൻ പെരുവണ്ണൂരുകാർക്ക് പ്രത്യേകിച്ച് പോസ്റ്റ് ഓഫീസ് കൂട്ടായ്മയ്ക്ക് സാധിച്ചു. അത് വളരെയധികം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു സത്കർമ്മമായി ഞാൻ കാണും. ചന്ദ്രേട്ടൻ കഴിഞ്ഞ ആഴ്ചയിൽ വീട്ടിൽ വന്നിരുന്നു, ഒരു പുസ്തകം തരാൻ വേണ്ടി. പട്ടാമ്പി കൊടുമുണ്ടയിൽ അനുമോദന സദസ്സും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പെരുമുടിയൂർ മീനാനിക്കോട്ടിൽ കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദന സദസ്സ് നടത്തിയത്. പട്ടാമ്പി പെരുമുടിയൂർ പ്രദേശത്തെ സന്നദ്ധ സേവന രംഗത്തെ സജീവമായി നിലനിൽക്കുന്ന മീനാനിക്കോട്ടിൽ കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനം ഒരുക്കിയത്. കൊടുമുണ്ട ബാബു തോട്ടത്തിൽ വെച്ചായിരുന്നു അനുമോദന സദസ്സ്. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങളടങ്ങുന്ന ഒരു കുടുംബമാണ്. അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ പാലിച്ച് ജാഗ്രത പാലിച്ച് അതിൽ വിഷമാനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന പ്രയാസം അനുഭവിക്കുന്ന രോഗം ബാധിച്ച ആളുകൾക്ക് സഹായങ്ങൾ ആവശ്യമാണ് എന്ന് അവർക്ക് തോന്നിയാൽ അവർ ചർച്ച നടത്തിക്കൊണ്ട് ആവശ്യമായുള്ള പരിരക്ഷയും സഹായവും അഭ്യന്തരമായി തന്നെ അവർ ആലോചിച്ച കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നു. അത് അവരുടെ കുടുംബപരമായ കാര്യമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ കുടുംബപരമായ കാര്യത്തിന് അപ്പുറത്ത് നമുക്ക് ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ ബാധിക്കുന്ന ജീവിതത്തിൽ വിഷമാനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായ പരാധീനതകളുണ്ടാവും, വിഷമമുണ്ടാവും, രോഗമെന്നാൽ ചികിത്സകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാവും, മക്കളുടെ കല്യാണം വന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൈകാര്യം ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ സമൂഹത്തിൽ അധിവസിക്കുന്ന വിവിധ രീതിയിലുള്ള വിവിധ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ സ്വന്തം കുടുംബാംഗങ്ങൾക്കകത്തു നിന്ന് മാത്രമല്ല പുറമേയുള്ള നമുക്ക് ചുറ്റും അധിവസിക്കുന്ന ആളുകളുടെ ഇത്തരം പ്രശ്നങ്ങൾ കൂടി ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രശ്നമാണ്, നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് ആവശ്യമായ സഹായ ഹസ്തങ്ങൾ നീട്ടി സഹായം ചെയ്തു പോകുന്നതിന്റെ ചില ഇടപെടലുകളെ സംബന്ധിച്ചാണ് സ്വാഗതം ഇവിടെ സൂചിപ്പിച്ചത്. മുതുര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷയായിരുന്നു. കൂട്ടായ്മ പ്രസിഡന്റ് M മൊയ്തീൻകുട്ടി, ഷമീർ അലി, മുതുര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C മുകേഷ്, ഡോക്ടർ മുഹമ്മദ് മുസ്തഫ, ഗീതാകുമാരി, M മുസ്തഫ, സുനീറ, കോയക്കുട്ടി ഹാജി, സേദലവി ഹാജി, മൊയ്തീൻ, അബൂബക്കർ, നസ്ന, ഷംന ഷെറീൻ, M സിദ്ദീഖ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വരവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ വിജയിച്ച കുട്ടികൾക്ക് അനുമോദനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. ആരിലയ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വരവൂർ മണ്ഡലം പ്രസിഡന്റ് A മുസ്തഫ അധ്യക്ഷത വഹിച്ചു. തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് TS മായാദാസ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. PS രാജൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മഞ്ജുള, MM മിഥുൻ, രവീന്ദ്രൻ തിച്ചൂർ, PV വാപ്പുട്ടി എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും ഞാനിവിടെ ദീർഘമായി സംസാരിക്കേണ്ട കാര്യം. ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തി മികച്ച വ്യക്തിയായി മാറുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടുമ്പോൾ. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തികളാണ് നല്ല കുടുംബം സൃഷ്ടിക്കുന്നത്. അങ്ങനെയുള്ള നല്ല കുടുംബങ്ങൾ ചേരുമ്പോഴാണ് നല്ല സമൂഹം ഉണ്ടാകുന്നത്. ആയിരക്കണക്കിന് നല്ല സമൂഹങ്ങൾ ചേരുമ്പോഴാണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്ന നല്ല രാജ്യമായി നമ്മുടെ രാജ്യം മാറും. മാക്സിമം വിദ്യാഭ്യാസം നേടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്നവരാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളാണെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിനകത്തുള്ള ഒരു പൊതുവായ ധാരണ, പെൺകുട്ടികളാണെങ്കിൽ 18 വയസ്സ് അല്ലെങ്കിൽ 19-20 വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിച്ചടയ്ക്കണം. കല്യാണത്തിന് വേണ്ട സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ മറ്റ് ചിലവുകൾക്കൊക്കെ പൈസ മാറ്റി വെക്കുന്നവരാണ് മഹാഭൂരിപക്ഷം ആളുകൾ. അപ്പോ നമ്മുടെ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? നിങ്ങൾ ഉന്നത വിദ്യ നേടിയ കുട്ടികൾ
നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മാറ്റമുണ്ടാകാൻ പോകുന്നു. ഞാൻ ഒരാളെ കുറിച്ച് വാർത്ത പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിച്ചുവോ? പ്രാവശ്യം 10 വർഷം തോറ്റ ഒരാളെ പറ്റി വായിച്ചുവോ? കൃഷ്ണതേജ IAS. 4 പ്രാവശ്യം പരീക്ഷകൾ തോറ്റ കൃഷ്ണതേജ IAS തൃശ്ശൂർ ജില്ലയിലെ കളക്ടർ. എന്ത് മനസ്സിലായി? 4 പ്രാവശ്യം തോറ്റ കളക്ടർ. അങ്ങനെ മനസ്സിലായി. നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളിൽ ഒന്നും നിങ്ങൾ വിഷമിക്കരുത്. പരാജയങ്ങളെ ജീവിതത്തിന്റെ വിജയത്തിലേക്കുള്ള ചവിട്ട് വഴിയാക്കി നിങ്ങൾ മാറ്റണം. മാറ്റണം. ജീവിതത്തിന്റെ വിജയമാണ് ലക്ഷ്യം. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. എല്ലാവർക്കും എഞ്ചിനീയറും ഡോക്ടറുമാവാൻ കഴിയില്ല. ഇത്തരത്തിൽ ഡോക്ടർമാരുണ്ടെങ്കിൽ ഇവിടെ ജോലി ഉണ്ടാവുമോ? ഞങ്ങളുടെ നാടിനടുത്തൊരു പല്ല് ഡോക്ടർ വന്നിട്ട്. ഇതോടെ നിലവറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.